അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതേ നമ്മുടെ ഞായറാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൊരു കുഞ്ഞു വ്ളോഗാണിത്. ആലുദേ സൺഡേ ക്ലാസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണയാണ് കേട്ടോ ഈ കാണുന്നത്. മഴ തന്നെ കുപ്പാട് പോയാ അല്ല പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ നനഞ്ഞു പോവും. റെയിൻകോട്ട് എടുത്തില്ലേ? റെയിൻകോട്ട് എടുക്കണുണ്ടാ ആലു? റെയിൻകോട്ട് എടുക്കണുണ്ടാ? പിന്നെ അവിടെ നിൽക്കും നീ അതുവരെ. അപ്പോൾ ചെറുതായിട്ടൊക്കെ മഴക്കാർ വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആളെ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ ആലു തനിയെ വയ്ക്കോളും, ആമിക്കുട്ടിനെ മാത്രം നമ്മൾ കൊണ്ടുപോയി ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ന് മഴയത്ത് ഒരു ഞായറാഴ്ച വ്ളോഗിലോട്ട് സ്വാഗതം. നമുക്കിനി പള്ളിയിൽ പോകണം. ആലൂന് 6:45 പോകണം. പിന്നെ ആമിക്കുട്ടിക്ക് ഇന്നിപ്പോൾ കാഴ്ചവെപ്പുണ്ട്. അപ്പോൾ 8:30 പോകണം സാധാരണ. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ നേരത്തെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. 8:10 ആകുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് 10 മണിക്കത്തെ കുർബാനയ്ക്ക് പോകണം. രാവിലെ ഒരു 11 മണി വരെ പള്ളിയുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പിന്നെ ആലും ഇപ്പോൾ തനിയെ പോയിക്കോളും കേട്ടോ. ആമിനെ മാത്രം നമ്മളിനി കൊണ്ടുപോയി ആക്കലും കൊണ്ടുവരലും ഒക്കെ മതി. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ കറി മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. കറി മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറിക്ക് വാങ്ങാൻ നമുക്കത് പറഞ്ഞങ്ങനെ ശീലമായി പോയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത്. ആമിനായിട്ട് പോണ സമയത്ത് മഴ കുറഞ്ഞാൽ മതിയായിരുന്നല്ലെങ്കിൽ പോകാം. നമുക്ക് ആമിക്ക് കാഴ്ചവെപ്പുണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ റെഡ് കളർ ഡ്രസ്സ് കൊടുക്കാൻ ഞാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഒരു പഴയതുണ്ട്. അപ്പോൾ അതിന് മാച്ചായ വളയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. വളയാണ് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആമിയുടെ ഹെയർ ബാൻഡ് ഇവിടെ വെച്ചേക്കണം. പിന്നെ ഇത് സ്കൂളിലിടുന്നതുകൊണ്ട് പിന്നെ കുറച്ചപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇത് റെഡ് ഹെയർ ബാൻഡ് അതേമാതിരിക്കട്ടെ ആരും നോക്കണ്ട കേട്ടോ. ഇവിടെ തുണി മടക്കി കുത്തിക്കെറ്റി വെച്ചേക്കണം. പിന്നെ അതേ റെഡ് വളയും റെഡ് ഹെയർ ബാൻഡും വാങ്ങി. റെഡ് മുത്തുമാല വാങ്ങാൻ ഞാൻ മറന്നുപോയി. ഞാൻ അപ്പം ലേഡീസ് സ്റ്റോറിൽ നിന്ന് ആലോചിച്ചിങ്ങനെ എന്തോ മറന്നിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെ എത്ര ഓർത്തിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓർക്കണം, അയ്യോ കൊച്ചിന് മുത്തുമാല മേടിച്ചില്ലല്ലോ എന്ന്. പിന്നെ എന്തെങ്കിലും ഒരു മാല ഇട്ട് കൊടുക്കണം. റെഡ് വള ഇതൊന്നും വാങ്ങാൻ അവർ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വാങ്ങിയതാ. റെഡ് ഉടുപ്പ് മാത്രം ഇടിച്ചാൽ മതി എന്ന് അവർ പറഞ്ഞ ഉടുപ്പും പിന്നെ ഫ്ലവറും നമ്മുടെ റോസില്ലേ അതൊരെണ്ണം വാങ്ങി കൊടുക്കണം. ഇത് ഈ ഡ്രസ്സേ ഇത് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകാം. ഇത് ഞാൻ ഓൺലൈൻ എടുത്താണ് കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ആള് നല്ല ഉറക്കമാണ്. എണീപ്പിച്ചിട്ട് വേണം ഇനി പല്ലൊക്കെ തേപ്പിച്ച് മേലൊക്കെ കഴുകിച്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പള്ളിയിൽ പോവാൻ ഈ ഒരു സാരി എടുത്ത് വെച്ച് പുതിയതാണ് കേട്ടോ. പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഈ സാരി ഞാൻ ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇതിൻ്റെ ബ്ലൗസാണിത്. ഞാനിപ്പോൾ വിടർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നേരമില്ല മടക്കിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ആമിനെ റെഡിയാക്കണം. കണ്ട ബ്ലാക്കും ഈ ഒരു യെല്ലോ ഷെയ്ഡും കൂടെ ഞാനോടത്ത് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭംഗി ഉണ്ടാകില്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളറേ ഇത് നമ്മുടെ മറ്റേ അയ്യോ ഒരു പൂവുണ്ടല്ലോ ഞാൻ മറന്നു. ആ പരുത്തിപ്പൂവില്ലേ, പരുത്തിപ്പൂവിൻ്റെ നിറമാണ് ഈ കളർ, ഈ മഞ്ഞക്ക്. അപ്പം ഞാനിത് കിട്ടിയപ്പോൾ ഓർത്തേക്കോ എനിക്കിത് മാച്ച് ഉണ്ടാവില്ലെന്ന്. പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലൗസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ തന്നെ അത് ഞാനൊരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാവേ. ഇന്നിപ്പോൾ ഞാൻ ഉടുക്കാമെന്ന് കരുതി. പക്ഷെ മഴ ചെയ്തുകൊണ്ടിട്ടില്ലേ ഉടുക്കാൻ മടി. വെറുതെ സാരിയുടെ അരികൊക്കെ ഇനി ചെളിയൊക്കെ ആവും. വല്ല ഉടുക്കുമെങ്കിൽ തന്നെ വല്ല പഴയ സാരി ഉടുക്കാമെന്ന് കരുതി. മഴ ഉള്ളതുകൊണ്ടിട്ടല്ലേ ഞാനിപ്പോൾ ഈ സാരി ഉടുത്ത് നിങ്ങളെ കാണിച്ചും തന്നാനേ. എൻ്റെ ആമിയുടെയും മാലുവിൻ്റെയും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ.
അതും വീട്ടിലെടുക്കണതല്ല പുറത്തെടുക്കണത്. വീട്ടിലെടുക്കണതൊക്കെ ആമിയുടേത് മറ്റേ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരു ബാസ്ക്കറ്റ് വാങ്ങൂലേ, ആ കൊട്ടക്കകത്താണ് ആക്കി വെച്ചേക്കണം. പിന്നെ ആലോന് വേറെ എണ്ണമുണ്ട്. പിന്നെ എൻ്റേത് വീട്ടിലെടുക്കണത് വേറൊരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴത്തും വെച്ചിട്ടുണ്ട്. അലമാരയുടെ കാര്യം പറയാനാണെങ്കിലല്ലേ, ആമി ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല ഒരു ദിവസം. ഇപ്പോഴല്ല, ഒരു 3-4 വർഷം മുന്നേ ആമി ഇതിൻ്റെ പൊക്കത്ത് കയറി കിടന്നു. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു ദിവസം അലമാര ഒതുക്കിയപ്പോഴേ തുണിയെല്ലാം ഇങ്ങോട്ട് ആക്കുമല്ല, അപ്പോൾ അത് കാലിക്കിരിക്കണപ്പോൾ ആള് വേഗം അതിൻ്റെ പുറത്ത് പോയി കിടന്നു. അപ്പോൾ അത് താന്നുപോയി, മൊത്തം പോയിരിക്കണേണ്. നമുക്ക് അലമാരയൊക്കെ മാറണം. ഇപ്പം അങ്ങനെ തന്നെ പോട്ടേന്ന് കരുതി. ഇനിയൊരു വീടൊക്കെ ആയിട്ട് വേണം അലമാരയൊക്കെ മാറാൻ. ഇപ്പം ഈ തല്ലിപ്പൊളി അലമാര തന്നെ മതിയല്ലേ. ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ എടുക്കാമല്ലോ. അത് ഇതാണ് കേട്ടോ, വേറൊന്നുമില്ല, ഇതൊക്കെ തന്നെ. ഞാനിതെല്ലാം എടുത്തിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് എടുക്കാമല്ലോ, വേറൊന്നുമില്ല. അതെ, ഈ ഡ്രസ്സും പിന്നെ ഈ ഒരു ഹെയർ ബാൻഡും വളയും. പെൺകൊച്ചുങ്ങളാകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണല്ലേ എൻ്റെ പൊന്നെ. അപ്പോൾ ദേ ആമിക്കുട്ടിനെ റെഡിയാക്കിയതേ നമ്മൾ സൺഡേ ക്ലാസ്സിൽ കൊണ്ട് ആക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സാധാരണ 8:30 പോയാൽ മതി, ഇന്നിപ്പോൾ 8:10 കൊണ്ടുപോയി ആക്കണേ. ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ കൊണ്ടുവരണമെന്ന് മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തലേ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് മുടങ്ങരുതെന്നേ. കാരണം ആമിക്കുട്ടിനെ സൺഡേ ക്ലാസ്സിൽ ലീഡറായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് ലീഡേഴ്സിൻ്റെ കാഴ്ചവെപ്പാണ് കുർബാനക്ക്. അപ്പോൾ പിന്നെ പോകാതിരിക്കാനും പറ്റൂല. കൊച്ചിനാണെങ്കിൽ ചെറിയൊരു ചീറാപ്പൊക്കെ ഉണ്ട് കേട്ടോ, ജലദോഷവും തുമ്മലും പനിയൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ മഴക്കാലം ആകുമ്പോൾ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലേ, എപ്പോഴും അസുഖങ്ങളായിരിക്കും. അപ്പോൾ അതേ കൊണ്ടുപോയി ആക്കാൻ വേണ്ടിയിട്ട് 2 വീലറിൻ്റെ പറ്റില്ലെത്തിയപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് അയ്യോ പേഴ്സ് എടുത്തില്ലെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളവിടെ നിർത്തിയിട്ടും ചേട്ടൻ വേഗം പോയി പേഴ്സൊക്കെ എടുത്തിട്ട് വന്ന്. അപ്പോൾ പിന്നെ നമുക്ക് റോസ് വാങ്ങണം പറഞ്ഞു. പിന്നെ അത് തൊട്ടടുത്ത കടയിൽ നിന്ന് റോസൊക്കെ വാങ്ങിയിട്ട് ഇതേ പള്ളിയിൽ കൊണ്ടുവന്ന് ആക്കി കേട്ടോ. അപ്പോൾ ഇവിടെ ഹാളിൽ അസംബ്ലി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരവരുടെ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ മിസ്സിനെ ഏൽപ്പിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നേ. ഇനി 11:30 മണിയൊക്കെ ആവും ആമിക്കുട്ടി വരണ സമയത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 10 മണിക്ക് പോയിട്ട് കുർബാനയും കൂടി ആമിനെയും തിരിച്ച് വേണം വീട്ടിലോട്ട് വരാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനിത് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതി. രാവിലെ സാധാരണ നമ്മുടെ ദേശീയ ഭക്ഷണം പുട്ടും പുഴുങ്ങിയിറച്ചിയാണല്ലോ, അതിനെ ഇന്ന് ചെറുതായിട്ട് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം മറ്റേക്കുഴിയിൽ പോയല്ലോ ചട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്, 2 ചട്ടി പൊട്ടിപ്പോയി, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വരുന്ന വഴി ചക്കയും കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചക്കയാണെങ്കിൽ നല്ല പഴുത്ത ചക്ക കേട്ടോ. ഞാൻ ചക്കയുടെ പറ്റേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നല്ല മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. ഒരു ഉച്ച കഴിഞ്ഞിട്ട് വേണം ചക്കയൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കപ്പേനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞേക്കാം ഈ കിഴക്കൻ നാട്ടിൽ നല്ല അടിപൊളി കപ്പയും ചക്കയൊക്കെ കിട്ടുമെന്ന്. അവിടെ നിന്നാണല്ലോ നമുക്ക് ഇങ്ങോട്ട് കപ്പയും ചക്കയൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടത് നമുക്ക് ഈ വഴിയിലൊക്കെ ആൾക്കാർ കച്ചവടം ചെയ്യണത്. അപ്പോൾ ഞാൻ വേഗം തന്നെ ബീഫ് അടപ്പത്തോട്ടാക്കിയിട്ട് കപ്പേനെയും കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ടേ. ഇനിയിപ്പോൾ വേഗം കുളിച്ചിട്ട് വേണം കുർബാന കൂടാൻ വേണ്ടി പോകാനായിട്ട്. അപ്പോൾ അത് വേഗം ആ ഒരു ഇച്ചിരി സമയത്തെ ഗ്യാപ്പ് കൊണ്ടിട്ട് ഞാൻ ഓടിപ്പോയി കുളിക്കാൻ വേണ്ടി പോയി കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കപ്പയും ബീഫും ഒക്കെ ഏകദേശം പരിവായിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ പണിയായ മല്ലിയില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനാണ് ഈ കാണുന്നത്. ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കില്ലേ ഒരു 11:30 മണി വരെ ഭയങ്കര തിരക്ക് പോലെ ആയി പോകട്ടെ. എനിക്ക് ഭയങ്കര തിരക്കായിട്ട് തോന്നും. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ആക്കലും പള്ളിപ്പോക്കും ബഹളവും അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു സമയം കഴിയണ വരെ ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു നേരമാണ്. അങ്ങനെ വേഗം തന്നെ ഇപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് മുടിയൊക്കെയും കെട്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പള്ളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കില്ലേ ആലു വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ആലു അപ്പനൊക്കെ ഉണ്ടല്ലോ കാലത്ത്. അപ്പം ഞങ്ങൾ 11:30 മണിയാവും എന്തായാലും കുർബാന കൂടി വരുമ്പോഴേക്കും. അപ്പോൾ അത്രയും നേരം അവർ ഞങ്ങളെ കാത്തിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതുങ്ങൾ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്ര ധൃതി പിടിച്ചുണ്ടാക്കി വെച്ചിട്ട് പോകണത് കേട്ടോ. പിന്നെ നമുക്കിവിടെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പറയാനാണെങ്കിൽ ഒരു സ്റ്റോപ്പ് ഒക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാകുള്ളൂ. കുറച്ച് നടപ്പുണ്ട് എങ്കിലും നടക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ആമിക്കുട്ടിനായിട്ട് നടക്കണത് കുറച്ച് ചടങ്ങാണ്. പിന്നെ ഈ കാറൊക്കെ എടുത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയുടെ കാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നനഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇപ്പോൾ കൊച്ചിന് വയ്യാത്ത കൊണ്ടിട്ട് പിന്നെ ഇനി മഴ കൊള്ളണ്ടല്ലോ, മഴ ഉണ്ടെങ്കിൽ പിന്നെ മഴയും കൊണ്ട് വരണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ കാറൊക്കെ എടുത്തിട്ട് പോകണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും കുർബാന ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം തന്നെ കുർബാനയൊക്കെ കഴിഞ്ഞ് ആമിനെയുമായിട്ട് നേരെ വീട്ടിലോട്ട് വന്നാണ് കേട്ടോ കണ്ടത്. വരുമ്പോഴേക്കും ഇല്ലേ വിശന്നിട്ടില്ലേ വയറിങ്ങനെ ആന്തലായിരിക്കും കേട്ടോ. അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ആലു ഉണ്ടാകുമെന്ന്. പക്ഷേ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനോട് അവളോട് കഴിച്ചോളാൻ അപ്പനോട് പറഞ്ഞിട്ടാണ് പോയത്. ആല് വരണമെങ്കിൽ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞോട്ടാന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ വരെ ഞങ്ങളെയും കാത്തിരുന്നേച്ചവൾ. എന്നിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് കഴിക്കണം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പോൾ എന്നെ മാത്രം കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ രാവിലത്തെ ചായ കൂടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.